Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കപ്പി കാച്ചി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി തന്നെയാണ് കപ്പി കാച്ചാനും എടുക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളന്നെടുത്താൽ മതി. ഈ അരിപ്പൊടിയും വെള്ളമൊക്കെ അളന്നെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് കുറുക്കിയെടുക്കാം. ഈ സാധനങ്ങളെല്ലാം ചേർത്തതിന് ശേഷമാണ് ഞാൻ തീ ഓൺ ചെയ്തത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കൈ എടുക്കാതെ ഇളക്കണം. ഇതൊരിക്കലും നിങ്ങൾ തീ കൂട്ടിയിട്ട് ചെയ്യരുത്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കണം. അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ മതി. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്കും അത് തണുത്ത് കിട്ടും. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഞാൻ പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ്. നമുക്ക് മാർക്കറ്റിൽ അരിപ്പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. അതല്ലാതെ തന്നെ നമുക്ക് ഇടിയപ്പം, പത്തിരി, അപ്പം അങ്ങനെ പൊടികൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ പുട്ടിൻ്റെ പൊടി ഉപയോഗിക്കരുത്. കാരണം പുട്ടിൻ്റെ പൊടി കുറച്ച് തരി ഉണ്ടാവും. ഈ അപ്പം തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടി എപ്പോഴും നല്ല നൈസായിരിക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ ഉള്ള അരിപ്പൊടി ആയിരിക്കണം. ഇത് 2 കപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എത്ര അരിപ്പൊടി എടുക്കുന്നോ അതിൻ്റെ നേരെ പകുതി തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകി എടുക്കുമ്പോൾ 1 കപ്പ് ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് മാവ് അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈസ്റ്റ് ചേർത്ത് അരച്ചെടുക്കാം. പക്ഷേ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് അതൊന്ന് പൊങ്ങാനായിട്ടൊക്കെ മാറ്റി വെക്കണം. പക്ഷേ അളവൊക്കെ സെയിം തന്നെയാണ്. ഏത് ടൈപ്പ് ഈസ്റ്റ് ആയാലും 1/2 ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരം നിങ്ങൾ അവസാനം അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് മാവിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇനി മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പി കാച്ചി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇത് കുറച്ചും കൂടി കട്ടിയായി. ഇത് നമുക്ക് തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഒരു 1/2 കപ്പൊക്കെ മതിയാവും. അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിയാൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം. വളരെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. ഒരു 1-2 മിനിറ്റേ എടുക്കുള്ളൂ ഇതുപോലെ നന്നായി അരഞ്ഞു കിട്ടാൻ. അടുത്തതായിട്ട് ഇതുപോലൊരു ബൗൾ എടുക്കാം. നമ്മൾ മാവ് പൊങ്ങാൻ വെക്കുന്ന പാത്രമാണ്. അപ്പോൾ കുറച്ച് വലുതെടുക്കുന്നതാണ് നല്ലത്. ഇതിനകത്തേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് കലക്കിയെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ അരിപ്പൊടി കട്ടയില്ലാതെ കലക്കിയതിന് ശേഷം പിന്നെ നമുക്ക് തേങ്ങ അരച്ചത് ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇതൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കാനുള്ള അത്രയും വെള്ളം ചേർത്താൽ മതി. തേങ്ങയൊക്കെ ചേർത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ഞാനിവിടെ ഒട്ടും കട്ടയില്ലാതെ കലക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരിക്കണം. നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. മാവ് കുറച്ച് തിക്കാണ്. ഏകദേശം ഒരു ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എല്ലാം കൂടി 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇതിപ്പോൾ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ ആയിരിക്കണം. ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം. ഞാനിപ്പോൾ 2.5 കപ്പ് ചേർത്തു എന്ന് വെച്ച് നിങ്ങൾ മാവ് തയ്യാറാക്കുമ്പോൾ 2.5 കപ്പ് വെള്ളവും ആദ്യം തന്നെ അങ്ങ് ചേർക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മാവിൻ്റെ പരുവം കറക്റ്റാക്കി എടുക്കണം.
അപ്പോൾ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ ഈ മാവ് പൊങ്ങി വരാൻ എടുക്കുന്ന സമയത്തിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാം. ചിലപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ എടുത്തെന്നിരിക്കും. ഞാൻ സാധാരണ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് മാവ് തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ അത് റെഡിയായിരിക്കും. അപ്പോൾ ഈ മാവ് നമുക്ക് അടച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ച മാവാണ്. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആവശ്യത്തിന് മാവെടുത്ത് അപ്പം തയ്യാറാക്കാം. ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അപ്പം ചുട്ടെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് മാവ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 7 അപ്പം തയ്യാറാക്കാനുള്ള മാവ്, ഒരു പകുതിയോളം മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈസ്റ്റ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയെന്ന്. ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡാപ്പൊടിയാണ്. അത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈസ്റ്റിന് പകരം സോഡാപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്താണ് ചേർക്കേണ്ടത്. ഇത്രയും മാവിനാണെങ്കിൽ ഒരു 2 വലിയ നുള്ള് സോഡാപ്പൊടി ചേർത്താൽ മതി. സോഡാപ്പൊടി ഒരിക്കലും കൂടുതൽ ചേർക്കരുത്. അപ്പം ചുട്ടെടുക്കുമ്പോൾ അതിനൊരു മഞ്ഞ കളറ് വരും. അതുപോലെ ആ ടേസ്റ്റ് നല്ലതായിട്ട് അറിയാൻ പറ്റും. സോഡയുടെ ടേസ്റ്റ് വല്ലാതെ കുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഈ മാവിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ചേർക്കണം. ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. പഞ്ചസാര വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. എനിക്ക് അപ്പത്തിൽ കുറച്ചൊരു മധുരം ഉള്ളതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ആ ചേർത്ത പഞ്ചസാരയും ഉപ്പും ഒക്കെ മാവിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് വെക്കുന്നത്. അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പത്തിൻ്റെ നടുക്ക് നന്നായിട്ട് വേവണം. അതുപോലെ സൈഡ് പാനിൽ നിന്ന് വിട്ടു വരുവും വേണം. ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, സൈഡ് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നടുക്ക് ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. നമുക്കിത് മാറ്റാം. ഈ അപ്പം കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ആവശ്യത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. നടുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം. ഇനി അപ്പച്ചട്ടി ഇല്ലാതെയും നമുക്ക് അപ്പം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന ഒരു പാൻ എടുക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൻ ആവശ്യത്തിന് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് പരത്തുമൊന്നും വേണ്ട. കുറച്ച് വലുതാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂൺ വെച്ച് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇങ്ങനെ കുമിളകൾ വരാൻ തുടങ്ങും മുകളിൽ. ആ സമയത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇങ്ങനെ തയ്യാറാക്കുന്ന അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. സാധാരണ നമ്മൾ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം അപ്പത്തിൻ്റെ നടുക്കൊന്നും വേവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സാധാരണ സമയമില്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. ഞാനിന്ന് കുറച്ച് വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്റ്റൂവും അപ്പവും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളും ഈ അപ്പം തയ്യാറാക്കി നോക്കണം. അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയാലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അപ്പമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.